We come to an end of the ceremony now. Vote of thanks will be extended by the bursar of the seminary, Father Dr. O. Thomas. പൊതുസമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സെമിനാരി അധ്യാപകനും ബർസാറുമായിരിക്കുന്ന ഫാദർ ഡോക്ടർ ഒ തോമസിനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ ബാവാ തിരുമേനി, all the distinguished guests who belong to the Dialogue Commission, and all the metropolitan bishops and dearly beloved in Christ. നന്ദി പ്രകാശനം ദീർഘമാകുന്ന ആർക്കും താല്പര്യമല്ല. എങ്കിലും ഇത്ര അനുഗ്രഹപ്രദമായി ഈ മീറ്റിംഗ് നടന്നപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഒരു വാക്ക് നന്ദി പറയേണ്ടത് ആവശ്യമാണല്ലോ. നമ്മുടെ കർത്താവ് വിശന്ന് വലഞ്ഞ പുരുഷാരത്തെ കണ്ടിട്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പറഞ്ഞു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഓർപ്പിക്കുകയാണ്, ലഞ്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ. ഉച്ചയായി, ഇനിയും വഴി വെച്ച് തളർന്നു പോകാതിരിക്കാൻ സെമിനാരി എല്ലാവർക്കുമായി ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെല്ലാവരും സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഈ സെമിനാരിയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെയും ദീർഘമായി ഓരോരുത്തരും സംസാരിച്ചു. ഒന്നും ഇനി കൂട്ടിച്ചേർക്കുന്നത് ആവശ്യമില്ല. എങ്കിലും ഈ സെമിനാരിയുടെ സ്ഥാപകനായ പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വളരെ സ്വപ്നങ്ങളുമായി സ്ഥാപിച്ച ഈ പടുത്ത വീടിൽ ഒരു വർഷമേ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചുള്ളൂ. അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നൊന്നും നമുക്ക് ന്യായം വിധിക്കാൻ നമ്മൾ വിധികർത്താക്കളാകണ്ട. എങ്കിലും ആ തിരുമേനിക്ക് ഒട്ടേറെ സ്വപ്നങ്ങൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് കാണുമായിരുന്നിരിക്കണം. അതുകൊണ്ട് സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത വളരെ തീവ്രവും ശക്തവുമാണെന്ന് വൈദിക സെമിനാരിക്ക് എപ്പോഴും ബോധ്യമുണ്ട്. ആ പിതാവിൻ്റെയും ഖബറടങ്ങിയിരിക്കുന്ന മറ്റെല്ലാ പിതാക്കന്മാരുടെയും മധ്യസ്ഥത ഈ സെമിനാരിയെ അനുദിനം വഴി നടത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പിതാവിൻ്റെ സ്മരണയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വീണ്ടും ആ പിതാവിൻ്റെയും പിതാക്കന്മാരുടെയും മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ ശതാബ്ദി മീറ്റിംഗ് ഇത്രയും അനുഗ്രഹപ്രദമായി നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിച്ചു. ആ ദൈവ കൃപയ്ക്ക് മുമ്പിൽ നന്ദിയോടെ നമുക്ക് ശിരസ് നമിക്കാം. ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ച എല്ലാവരെയും ഓർത്ത് നന്ദി പറയേണ്ട ചുമതലയുണ്ട്. ഞങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛൻ വളരെ സൂക്ഷ്മദൃക്കാണ്, ഓരോന്നും കാണും. എല്ലാവരെയും സ്വാഗതം ചെയ്തു. എനിക്ക് ആരെയെങ്കിലും വിട്ടുപോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചുവെങ്കിലും ആരെയെങ്കിലും വിട്ടുപോയെങ്കിൽ ദയവായി ക്ഷമിക്കണമെന്ന് ആദ്യമേ ഒരു ജാമ്യം എടുത്തുകൊണ്ട് ഞാൻ നന്ദി പ്രകാശിപ്പിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവാ തിരുമേനി ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ അത് സഭയുടെ എല്ലാമായി. പരിശുദ്ധ ബാവാ തിരുമേനിക്ക് വേണ്ടിയും കൂടെയാണ് ഈ വൈദിക സെമിനാരിയിൽ ബലഹീനരായ ഞങ്ങളുമൊക്കെയും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമായിരിക്കാം. എങ്കിലും ഈ സെമിനാരിയുടെ ഇപ്പോഴത്തെ എല്ലാ നടത്തിപ്പിനും ഈ മീറ്റിങ്ങിന് മാത്രമല്ല, സെമിനാരിയുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശ്രദ്ധ. ഒട്ടേറെ തിരക്കുകളുണ്ട്, പലവിധമായ പ്രശ്നങ്ങൾ, മറ്റു പലർക്കും നേരിടേണ്ടതല്ലാത്ത രീതിയിലുള്ള പ്രയാസങ്ങളും അദ്ദേഹത്തിന് നേരിടുമ്പോഴും വൈദിക സെമിനാരിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം, അദ്ദേഹത്തിൻ്റെ നേതൃത്വം, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ കടപ്പാടുണ്ട്. പരിശുദ്ധ ബാവാ തിരുമേനിയോടുള്ള ഞങ്ങളുടെ അഗൈതവുമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ഈ മീറ്റിങ്ങിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് വാസ് we had distinguished guests from outside. I thought of I say a word of thanks to them, then I will continue my speech in Malayalam, so that I would like to express my thanks to all the members of the delegation who came and attended this function. I was thinking about the previous history of the seminary also. Whenever seminary had some important functions, definitely we had some guests from outside. I'm not going to narrate the history of the past. That was happening every time.
maybe by the providence of God. This time we were so fortunate that we had the members of the Commission of Oriental Orthodox Churches and Roman Catholic Church. All the members attended. We have guests from 10 nations of the world, and they are from the Catholic Church and from other Oriental Orthodox Church. After the liturgy, you know the weather in Kerala is too much hot nowadays, and most of the deliberations were in Malayalam also, which you couldn't follow. But even then, we could appreciate your patience and kindness to be with us all this time, and we are very grateful to each one of you, including Cardinal Woodcock and Bishop Daniel, who spoke to us. Once again, thank you all. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു മീറ്റിങ്ങിൽ വന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തുകൊണ്ട് സന്തോഷപ്രദമാണ്. മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ എല്ലാ ജാതി മതസ്ഥരെയും ഒരുപോലെ കാണേണ്ടതാണ്. എന്നിരുന്നാലും ഒരു സത്യം മറക്കാൻ ഒക്കുകയില്ല. അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാമോദീസ ഏറ്റ ഒരു പുത്രനാണ്. അത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. ആ നിലയിൽ അദ്ദേഹവും നാമുമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതിലുപരിയായ ഒരു ബന്ധം കൂടെയാണ്. അത് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തിരക്കുകളുടെ ഇടയിൽ ഇന്ന് കണ്ണൂരിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് തറക്കല്ലിടുകയാണ്. തീർച്ചയായും മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട മീറ്റിംഗാണ്. അതുകൊണ്ട് അദ്ദേഹം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുവാൻ ക്രമീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരം തിരക്കിനിടയിലും അദ്ദേഹം വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തതിൽ അദ്ദേഹത്തോടുള്ള നന്ദി ഇവിടെ അറിയിക്കുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ കേരളത്തിൻ്റെ മറ്റൊരു മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ മണ്ഡലത്തിലായിരിക്കുമ്പോഴും കോട്ടയം മണ്ഡലത്തിലായിരിക്കുമ്പോഴും ഓർത്തഡോക്സ് സഭയുടെ സ്നേഹവും മാത്രമല്ല മറ്റ് ചില സഹായങ്ങളും ആവശ്യമായിട്ടുള്ള ഒരു മന്ത്രി തന്നെയാണ്. അത് അദ്ദേഹം ഓർക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഏതായാലും അദ്ദേഹവും കൃത്യസമയത്ത് വന്നു, മീറ്റിങ്ങിൽ സംബന്ധിച്ചു, അദ്ദേഹത്തിൻ്റെ കൃത്യം നിർവഹിച്ചു. അദ്ദേഹത്തോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. നമ്മുടെ ഈ മീറ്റിംഗ് ഇത്രയും അനുഗ്രഹപ്രദമായത് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ 11 പിതാക്കന്മാർ അവർ പങ്കെടുത്തു എന്നുള്ളതാണ്. ഞങ്ങളും വിചാരിച്ചത് ഞായറാഴ്ച ദിവസമാണ് സെമിനാരി ഫാക്കൽറ്റിയിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിരുമേനിമാർ എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി വരുമായിരിക്കും, മറ്റധികം പേര് സംബന്ധിക്കുമെന്ന് ഞങ്ങൾ സന്ദേഹത്തോടെയാണ് ഓർത്തത്. വരണമെന്ന് ആഗ്രഹിച്ചു എങ്കിലും അവരുടെ തിരക്കിട്ട കാര്യങ്ങൾക്കിടയിൽ അങ്ങനെ ഒക്കുമോ എന്ന് ഞങ്ങൾ സംശയിച്ചു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. അനേക വളരെ പിതാക്കന്മാർ വന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അതിൽ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അഭിനന്ദനായ അത്താനാസിസ് തിരുമേനി സീനിയർ മെത്രാപ്പൊലീത്തയാണ്. ഈ സെലിബ്രേഷൻ്റെ ജൂബിലിയുടെ സെലിബ്രേഷൻ്റെ പ്രധാന ചുമതലക്കാരനായി അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉത്തേജനവും പ്രോത്സാഹനവും ഞങ്ങൾക്ക് വളരെ സന്തോഷകരമാണ്. വന്നിയ അത്താനാസിസ് തിരുമേനിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ. ഓരോരുത്തരെക്കുറിച്ചും ഓരോ വാക്ക് പറയണമെന്നുണ്ടെങ്കിലും സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അഭിനന്ദരായ ക്ലിമീസ് തിരുമേനി, അന്തോണിയോസ് തിരുമേനി, ഗ്രിഗോറിയോസ് തിരുമേനി, ക്രിസോസ്റ്റമോസ് തിരുമേനി, തീമോത്തിയോസ് തിരുമേനി, ദീവന്യാസിയോസ് തിരുമേനി, തേവോദോസിയോസ് തിരുമേനി, നിക്കോദിമോസ് തിരുമേനി, അപ്രേം തിരുമേനി, എപ്പിഫാനിയോസ് തിരുമേനി, ഈ പിതാക്കന്മാരോട് ഞങ്ങൾക്കുള്ള അഗീതമായ സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അഭിനന്ദ സറാഫീം തിരുമേനിയോട് ഞാൻ എഴുതിയ തെറ്റി, എപ്പിഫാനിയോസ് തിരുമേനി അല്ല വന്നത്, സെറാഫീം തിരുമേനിയാണ്. കൂട്ടത്തിൽ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു മാറ്റം വന്നതാണ്. സെറാഫീം തിരുമേനി ഉൾപ്പെടെയുള്ള എല്ലാ പിതാക്കന്മാരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ സെമിനാരുടെ ചരിത്രത്തിൽ 150-ാം ശതാബ്ദിയും കണ്ട് അതിൽ സംബന്ധിച്ച ഒരാളെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂന്നാണ് എൻ്റെ വിചാരം. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ പരിശുദ്ധ ബാവാ തിരുമേനി ഉൾപ്പെടെ എല്ലാവരുടെയും ഗുരുവായിരിക്കുന്ന വന്യനായ ജോഷുവാച്ചൻ. അദ്ദേഹം 150-ൽ സംബന്ധിച്ചു, 175-ൽ സംബന്ധിച്ചു, 200-ൽ സംബന്ധിച്ചു. 225-ൽ സംബന്ധിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവനിശ്ചയം പോലെ നടക്കട്ടെ. അദ്ദേഹത്തിൻ്റെ നേതൃത്വവും സാന്നിധ്യവും ഞങ്ങൾക്ക് എപ്പോഴും ഉത്തേജനം പകരുന്നതാണ്. ഞങ്ങളുടെ എല്ലാം ഗുരുവായ വന്യ ജോഷുവാച്ചനോട്
ഞങ്ങൾക്കുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കട്ടെ. വൈദിക സെമിനാരിക്ക് എപ്പോഴും അഭിമാനിക്കാവുന്നതാണ് അതിൻ്റെ പൂർവിക പ്രിൻസിപ്പൽമാരായി പ്രവർത്തിച്ചിട്ടുള്ളവരെക്കുറിച്ച്. പണ്ഡിതനായ പൗലൂസ് മാർ ഗ്രിഗോറിയസിൻ്റെ പിൻഗാമിയായി ഈ സെമിനാരിയുടെ ചുമതല ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട KM ജോർജച്ചനാണ്. ജോർജച്ചനെ കുറിച്ച് പ്രത്യേകമായ പുകഴ്ച വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്ന ആളുമല്ല. എങ്കിലും മലങ്കര സഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഓർത്തഡോക്സ് സഭയുടെ ദാർശനികനും തത്വചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനും എല്ലാ നിലകളിലും നമുക്ക് അഭിമാനമാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട KM ജോർജച്ചനോടുള്ള ഞങ്ങളുടെ നന്ദി ഇവിടെ അറിയിക്കട്ടെ. ഈ മീറ്റിങ്ങിൽ ആശംസ അർപ്പിച്ച ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായ ശ്രീ ജോസ് കെ മാണി, അദ്ദേഹം ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ സെമിനാരിയെക്കുറിച്ച് പ്രത്യേകം കരുതലുള്ള ആളാണ്. അദ്ദേഹം വന്ന് സംബന്ധിച്ചതിൽ അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈനംദിനമായി ബന്ധപ്പെടുവാനായിട്ട് നമുക്ക് കടപ്പാടുള്ള ആളാണ് മുനിസിപ്പൽ ചെയർമാൻ. ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കന്മാർ ഉയർന്ന തലത്തിലുള്ളവരെക്കാളും മറ്റു പല കാര്യങ്ങൾക്കും ഏറ്റവും അടുത്ത് ബന്ധപ്പെടേണ്ട ആൾ മുനിസിപ്പൽ ചെയർമാൻ തന്നെയാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ സെമിനാറിൻ്റെ കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം സമയത്ത് വന്നെന്ന് മാത്രമല്ല ഇപ്പോഴും നമ്മളോടുകൂടെയുണ്ട്. ശ്രീ സന്തോഷ് കുമാറിനോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യമാണ്, വൈദിക സെമിനാരിൽ ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് സഭയുടെ വൈദിക ട്രസ്റ്റിയായി പരിശുദ്ധ ബാവാതിരുമേനിയോടൊപ്പം നേതൃത്വ തലങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്കും നേതൃത്വവും തമ്മിലുള്ള ഒരു ലിങ്കാണ് വൈദിക ട്രസ്റ്റി. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായ നേതൃത്വത്തിനും ഈ മീറ്റിങ്ങിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയതിനും ബഹുമാനപ്പെട്ട കോനാട്ട് ജോൺസ് എബ്രഹാച്ചനോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ്, അദ്ദേഹം അൽമായ ട്രസ്റ്റി ആകുന്നതിന് മുമ്പ് തന്നെ ഈ സെമിനാരിയുടെ സുഹൃത്താണ്. വന്യനായ ഗ്രിഗോറിയോസ് സെമിനാരിയുടെ ഒരു സ്നേഹിതൻ കൂടിയായിരുന്നു. അതുകൊണ്ട് എല്ലാ വിധത്തിലും ഈ സെമിനാരിയെക്കുറിച്ച് മാത്രമല്ല സഭയുടെ എല്ലാ കാര്യങ്ങളിലും അഭ്യുദയകാംക്ഷിയാണ്. ഇപ്പോൾ തന്നെ പറഞ്ഞപ്പോൾ ഒടുവിൽ പറഞ്ഞു നിർത്തുക, ഐ കമ്മിറ്റ് മൈസെൽഫ് ടു ദ വെൽ ബീയിങ് ഓഫ് ദ സെമിനാരി എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർത്തിയത്. അതെപ്പോഴും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MG ജോർജ് മുത്തിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ടിൻഡു ഷെമാശിനെക്കുറിച്ച് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന സെമിനാരിയുടെ ഈ സെമസ്റ്ററിലെ പ്രീഫെക്റ്റാണ്. അദ്ദേഹത്തിൻ്റെയും കൂടെ ഭാഗ്യമായിരിക്കാം 200ാം ശതാബ്ദി അദ്ദേഹം പ്രീഫെക്റ്റ് ആയപ്പോൾ വന്നു ചേർന്നു അദ്ദേഹം റീഷായിരുന്നപ്പോൾ ഇത് വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും ഭാഗ്യം കൂടിയായിരിക്കാം. ഏതായാലും എല്ലാത്തിനും നേതൃത്വം കൊടുത്തു. ഈ മീറ്റിങ്ങിൽ ആശംസ അറിയിച്ചു എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ടിൻഡു കുര്യൻ ഷെമാശിനോടുള്ള ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ. ഈ മീറ്റിങ്ങിൽ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അവർ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഞായറാഴ്ച ദിവസം വന്നു ചേരാൻ സാധിച്ചില്ലെന്നിരിക്കും. എന്നാൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സെമിനാരിയുടെ ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. നമ്മുടെ സെമിനാരിയുടെ വളരെ അടുത്ത സുഹൃത്ത് ബന്ധം പുലർത്തുന്നതാണ് മാർത്തോമാ സെമിനാരി, കോട്ടയത്തുള്ള മാർത്തോമാ സെമിനാരി. സെമിനാരിയുടെ പ്രിൻസിപ്പലായ ബഹുമാനപ്പെട്ട ഡോക്ടർ ഗീവറീസ് മാത്യു അച്ഛൻ വന്നു ചേർന്നിട്ടുണ്ട്. നിശബ്ദമായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു. മാർത്തോമാ സഭയോടും പ്രിൻസിപ്പലായ ബഹുമാനപ്പെട്ട ഗീവറീസ് മാത്യു അച്ഛനോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. നമ്മുടെ ഈ മീറ്റിംഗ് വിജയമാക്കുവാൻ തക്കവണ്ണം വളരെ അധികം പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരിൽ ചിലരെയെങ്കിലും ഒന്ന് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ളതാണ്. ആത്മീയ സംഘടനയിൽപ്പെട്ടവർ എല്ലാവരും, എല്ലാ ആത്മീയ സംഘടനകളും വൈദിക സെമിനാരിയോട് വളരെ ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. അതിൽ പങ്കെടുത്തവർ മാർത്തോമറിയൻ സമാജം സെക്രട്ടറി മേരി മാത്യു, മിസസ് മേരി മാത്യു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. MGOCസിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനോടൊപ്പം അതിൻ്റെ പ്രവർത്തകർ പങ്കെടുത്തു. സൺഡേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡയറക്ടർ ജനറലായി നിൽക്കുന്നത്
അദ്ദേഹം ഇതിനകത്തൊന്നും ചെയ്തില്ല. എങ്കിലും പബ്ലിക്കേഷൻ ഓഫീസർ ബഹുമാനപ്പെട്ട KV തോമസ് അച്ഛനുണ്ടായിരുന്നു. കോട്ടയം ഡയസിൻ്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ ഡയറക്ടർ ജോസഫ് അലസാൻ സാറ്, അവരുടെ നേതൃത്വത്തിൽ അങ്ങനെ സൺഡേ സ്കൂളിൻ്റെ ചുമതലക്കാർ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാർ, പലയിടത്തു നിന്നും പ്രത്യേകിച്ച് കോട്ടയം ഡയസിൻ്റെ യൂത്ത് മൂവ്മെൻറ്റ് വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മർക്കോസ് ജോണച്ചൻ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള യുവജന പ്രസ്ഥാന പ്രവർത്തകർ, അവരാണ് വിളമ്പാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നതിന് സഹായിച്ചത്. അങ്ങനെ ആത്മീയ പ്രസ്ഥാനങ്ങൾ ഓരോന്നിൻ്റെയും ചുമതലപ്പെട്ടവരും അംഗങ്ങളുമായി അനേകം പേര് ഇതിൽ വന്ന് പങ്കെടുത്തു. അവരോട് എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കട്ടെ. ഈ സെമിനാരിയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ അലുമിനായിലുള്ള വൈദികരാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് അധികം വൈദികർക്ക് വന്നു ചേരുവാൻ സാധിച്ചില്ല എങ്കിലും ഈ ചുരുങ്ങിയ സമയത്തുള്ള അടുത്തുനിന്ന് വരാവുന്നവരൊക്കെ അനേകം വൈദികർ ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുത്തു. ആ വൈദികരെ എല്ലാവരെയും അലുമിനയെ പ്രതിനിധിച്ചുകൊണ്ടാണ് അഭിനന്ദനായ അന്തോണിയോസ് തിരുമേനി ആശംസ അറിയിച്ചത്. അതിൽ ആ വൈദികരോട് എല്ലാവരോടും, അതിലുൾപ്പെടുന്ന പരുമലയിലെ റമ്പാച്ചൻ ഔഗിയ റമ്പാച്ചൻ ഇവിടെ ഉണ്ട്, ഇവിടെ മാനേജരായിട്ടിരുന്ന KV ജോസഫ് റമ്പാച്ചനുണ്ട്. അങ്ങനെ പലരും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവരോട് എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ദിവ്യബോധനത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ളവരെ വന്നു ചേർന്നിട്ടുണ്ട്. അനേക ഡയസിൽ നിന്ന്, പള്ളികളിൽ നിന്ന് വാഹനങ്ങൾ ക്രമീകരിച്ച് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാനായിട്ട് വളരെ പേര് വന്നു ചേർന്നിട്ടുണ്ട്. അവരോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. സീരിയയിലെ ഡയറക്ടറും സ്റ്റാഫും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവരോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ബസേലിയസ് കോളേജ് പ്രിൻസിപ്പൽ ജേക്കബ് കുര്യൻ സാറ്, അതുപോലെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സണ്ണി, ഈ പഞ്ചായത്തിലെ മെമ്പറായിരിക്കുന്ന ശ്രീമതി ഷൈനി ജേക്കബ്, അതുപോലെ സിസ്റ്റർ യൂലിത്തിയും കൂടെയുള്ള സിസ്റ്റേഴ്സ്, അതുപോലെ ശ്രീ തോമസ് ചാഴിക്കാടൻ MLA, ഇങ്ങനെ ജനപ്രതിനിധികളും സാംസ്കാരിക നായകന്മാരുമായി അനേകം പേര് ഈ മീറ്റിംഗ് അനുഗ്രഹപ്രദമാക്കുവാൻ തക്കവണ്ണം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇതിൽ പെടാതെ വണ്ണമുള്ള മലങ്കര സഭയുടെ മക്കളായി ഏതെങ്കിലും പ്രത്യേക കാറ്റഗറി ഒന്നുമില്ലെങ്കിൽ പോലും സഭയുടെ സെമിനാരുടെ സ്നേഹിതരായി വളരെ ദൂരമൊന്നും അടുത്തൊന്നും വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ഇത്രയും ക്രമീകൃതമായി നടക്കുവാനിടയായ ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള നേതൃത്വ പാടവത്തിൻ്റെ അടയാളം കൂടിയാണ്. വളരെ പിറകിൽ നിന്ന് പ്രവർത്തിക്കും, നല്ല ദർശനവും ഭാവനയും ഉള്ള ആളാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ഈ മീറ്റിംഗ് ആർഭാടവുമായില്ല, അതേസമയം തന്നെ തീരെ മോശവുമായില്ല, ഡിഗ്നിഫൈഡായിട്ട് ഈ മീറ്റിംഗ് നടത്തുവാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെ പ്രധാന ചുക്കാൻ പിടിച്ചത് പ്രിൻസിപ്പലായ ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛനാണ്. അച്ഛനോട് കൂടെ ത്രിമൂർത്തികളായി 3 പേർ പ്രവർത്തിച്ചു. ഞങ്ങൾ ഫാക്കൽറ്റി കുറച്ച് അംഗങ്ങളൊക്കെ ഉണ്ട്, അവരുടെ എല്ലാവരുടെയും പേര് പറയുന്നില്ല. എല്ലാവരും ചെറുതും വലുതുമായ സംഭാവന നൽകിയിട്ടുണ്ട്. എങ്കിലും ത്രിമൂർത്തികളായി 3 പേര് പ്രവർത്തിച്ചു. അത് മറ്റാരുമല്ല, പഴയ സെമിനാരിയുടെ മാനേജർ കുറിയാക്കോസ് അച്ഛൻ ജനറൽ കൺവീനറാണ്. 2 ജോയിൻറ്റ് കൺവീനേഴ്സുണ്ട്. വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറി കൂടിയായ തോമസ് അമയിലച്ചൻ, സജി അമയിലച്ചൻ നമ്മളൊക്കെ കൂടുതൽ അറിയുന്നു. അതുപോലെ KM സക്കറിയാച്ചൻ. ഈ ത്രിമൂർത്തികളാണ് പ്രിൻസിപ്പൽ അച്ഛൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചത്. മറ്റ് സ്റ്റാഫിലെ എല്ലാ അംഗങ്ങളും ഉണ്ട്. ആരുടെയും പേര് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവരോട് എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായും വിട്ടുപോകരുതാത്ത ഒന്നാണ്, ഈ മീറ്റിങ്ങുകളൊക്കെ ഇവിടെ നടക്കുമ്പോഴേ ജനം അറിയുന്നതിൽ പ്രധാന പങ്ക് മീഡിയ പ്രവർത്തകരാണ് അത് ചെയ്യുന്നത്. ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തി, മീഡിയയുടെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അതിനുശേഷം പത്രങ്ങളിൽ അവർ 200 വർഷമായ ഈ സ്ഥാപനത്തെക്കുറിച്ച് നല്ല റിപ്പോർട്ടുകൾ കൊടുക്കുകയുണ്ടായി. തീർച്ചയായും അത് ഇനിയും തുടർന്ന് അതിൻ്റെ വാർത്താ പ്രാധാന്യത്തോടെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിൽ വന്ന് സംബന്ധിച്ച എല്ലാ മീഡിയയുടെ പ്രവർത്തകരെയും ഈ സമയത്ത് അനുമോദിക്കുകയും അവരോടുള്ള ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. സെമിനാരിയിൽ ഓഫീസ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, കിച്ചണിൽ പ്രവർത്തിക്കുന്നവർ, സോഫിയ സെൻറ്ററിലെ ചുമതലക്കാരനായ സജിയച്ചൻ,
ഇങ്ങനെ ഒട്ടേറെ പേര് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കുവാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോട് എല്ലാവരോടും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിൽ നോട്ടപ്പശ കൊണ്ട് ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ കുറിച്ചുകൊണ്ട് വന്നതാണ് എങ്കിൽ ഇപ്പോൾ ഈ കുറിപ്പിൽ നോക്കുന്നത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നോക്കാൻ വിട്ടുപോയത് കൊണ്ട് അത് ഓർത്തില്ല. ഇത് ഇത്രയും ഭംഗിയായത് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പ്രവർത്തനമാണ്. ഞാൻ മനസ്സിൽ ആലോചിച്ച് തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ വീട്ടിൽ ഒരു പോച്ച പറിക്കുന്നവരാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിക്കുന്നവർ കാണും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരെല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ കൈകൊണ്ടും മെയ് കൊണ്ടും അവർ നന്നായിട്ട് അധ്വാനിക്കും. എന്ത് കാര്യം പറഞ്ഞാലും അവരുടെ ആ സഹകരണവും അവരുടേതായിട്ടുള്ള ശുഷ്കാന്തിയുമാണ്. പോരെങ്കിൽ ക്ലാസ്സിന് അവധി കൊടുക്കാൻ കുറച്ചുകൂടെ സന്തോഷവുമാണ്. അങ്ങനെ ആ നിലയിൽ കഴിഞ്ഞ ആഴ്ചയിൽ പ്രിൻസിപ്പച്ചന് അവധി കൊടുക്കുന്നതിൽ വളരെ പിശുക്കുള്ള അച്ഛനാണ്. എന്നാലും അച്ഛൻ കഴിഞ്ഞ ദിവസം 2 ദിവസം അങ്ങ് അവധി കൊടുത്തു. അത് ഭംഗിയായി നടത്താൻ വേണ്ടിയാണ്. അവരെല്ലാവരും നന്നായിട്ട് അധ്വാനിച്ചു. നിങ്ങളുടെ അധ്വാന ഫലത്തിൽ ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയുണ്ടെന്ന് മാത്രമല്ല, ഈ അധ്വാനം നമ്മുടെ ഇടവകയുടെ ശുശ്രൂഷയിലും പ്രതിഫലിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളോട് മുഴുവനും ഗായക സംഘം, നേതൃത്വം കൊടുക്കുന്ന MBR അച്ഛനുണ്ട്, പാടിയവരുണ്ട്, ഓരോരോ നിലകൾ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും.